ഇത് 2024 പ്രിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റൻ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നെന്ന് പറയുന്നത് യൂണിറ്റ് ഡിജിറ്റിന്റെ കോൺസെപ്റ്റ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് സൈക്ലിസിറ്റി അല്ലെ സൈക്ലിസിറ്റി ഈ രണ്ട് കോൺസെപ്റ്റ്സ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇതൊരു ഷോർട്ട് ആയിട്ടായിരിക്കും പറയാൻ പോകുന്നത്. ഇപ്പൊ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു തന്നിരിക്കുന്ന ഒരു നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മളിവിടെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ 2ഉം ഈ കേസിൽ 3ഉം ആണ് അല്ലെ. ഈ ക്വസ്റ്റിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന പവറിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഇവിടുത്തെ റിമൈൻഡർ എന്തായിരിക്കും, ഇവിടെ നമുക്ക് 1 എന്ന റിമൈൻഡർ കിട്ടും, ഇവിടെ നമുക്ക് 2 എന്ന റിമൈൻഡർ കിട്ടും. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും വരുന്നത്, 2 പവർ 1 പ്ലസ് അല്ലെ 3 സ്ക്വയർ എന്ന് പറഞ്ഞു വരും. അതായത് നമുക്ക് 11 എന്ന് പറഞ്ഞ് കിട്ടും. 11 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഈ ഒരു സമ്മ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്ന ഒരു നമ്പർ, ആ നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1 ആയിരിക്കും കിട്ടുന്നത് അല്ലെ. എപ്പോ ഒരു നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് 1 വന്നോ അപ്പോഴെന്തില്ല, അപ്പൊ നമുക്ക് ഈ 2 കൊണ്ടൊന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ. കാരണം ഒരു ഓഡ് നമ്പറിന് അല്ലെ, ഓഡ് ആയിട്ടുള്ള ഒരു 1 എന്ന് പറയുന്ന നമ്പറിന് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ തന്നിരിക്കുന്ന 2 വരുന്ന ഓപ്ഷൻസ് എല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ വരുന്ന നമ്പർ എന്താണ് അല്ലെ, ഓൺലി 3 and 37 ബട്ട് നോട്ട് 2. ഓപ്ഷൻ ബി ആണ്. ഇത് നിങ്ങൾക്ക് ക്വിക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണേ.